അല്ല, അത് ഡിപ്പെൻസ്. കാരണം നിങ്ങൾ വളർന്ന് വന്ന് ഇപ്പോൾ വെജിറ്റേറിയനായിട്ട് വളർന്നു വന്ന ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ നിങ്ങൾ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന ഫാമിലി, ഇപ്പോൾ ഞങ്ങൾ മലബാർ ഏരിയയിലൊക്കെ ആണെങ്കിൽ ഇവർക്ക് നല്ല നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാർ തന്നെയാണ് മെജോറിറ്റി. അപ്പം അങ്ങനത്തെ ആൾക്കാരിപ്പം ഇത് ഒഴിവാക്കിയതിൻ്റെ സ്പിരിച്വൽ പാത്തിലേക്ക് വരാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ആരും വരലുണ്ടാവില്ല. അപ്പോൾ അതൊരു മാനദണ്ഡമായി കാണണ്ട എന്നാണ് ഞാൻ പറയുന്നത്. കാരണം വെജിറ്റേറിയൻ ആയിട്ട് എനിക്ക് ഒരുപാട് മൂരി പോലത്തെ സ്വഭാവമായിട്ട് എന്താ കാര്യം എന്നറിയാം? അതിൽ കാര്യമില്ലല്ലോ. അപ്പോൾ ആദ്യം നമ്മുടെ പേഴ്സണാലിറ്റി ഒന്നാവണം. നമ്മൾ ഭയങ്കര ഹാർട്ടുള്ളൊരു മനുഷ്യനാവണം. കമ്പാഷൻ വേണം. ആൾക്കാരോട് നല്ലോണം പെരുമാറാം. മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാനുള്ളൊരു മനസ്സ് വേണം. അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ റെഡിയായി നിങ്ങൾ ഇപ്പോൾ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാരതിനകത്ത് ഒരു മെഡിറ്റേഷൻ മറ്റു കാര്യങ്ങളത് പെർസ്യൂ ചെയ്ത് സ്പിരിച്വൽ ജേണിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ തോന്നും ഓട്ടോമാറ്റിക്കലി ഇനിയിപ്പം വെജിറ്റേറിയൻ ആവാം. ആ പോയിന്റ് എത്തിക്കഴിഞ്ഞിട്ട് നിർത്തിയാൽ മതി. കാരണം ഈ കാലത്തൊക്കെ അങ്ങനെ നടക്കുള്ളൂ. കാരണം അല്ലാണ്ട് ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഇതിന് മുന്നേ വേറെ പല കേസുകൾ എനിക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുമ്പം നോൺ വെജിറ്റേറിയൻ ഒഴിവാക്കണം, ഫുൾ വെജിറ്റേറിയൻ ആവണമെന്ന് പറയുന്നതുകൊണ്ട് മാത്രം പിന്നെ ഒരു മെഡിറ്റേഷനും ചെയ്യാണ്ട് ഒരു സ്പിരിച്വൽ പാത്തിലും പോകാത്ത ആൾക്കാരുണ്ട്. അപ്പം അങ്ങനത്തെ മാനദണ്ഡം വെക്കണ്ട. ഒരുപാട് പ്യൂരിഫിക്കേഷൻ വേണം. ഫുഡിൽ മാത്രമല്ല, പല കാര്യങ്ങളും മൈൻഡിലും എല്ലാ സംഭവത്തിലും വേണം. അപ്പം അത് ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ടും സ്പിരിച്വൽ പാത്തിൽ മുന്നോട്ട് പോവുക.